ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ ഈ ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഹലോ, കുറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാനിന്നൊരു ട്രിപ്പ് പോണ വീഡിയോ കണ്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കും നമ്മൾ പോകുന്നത്. അത് തന്നെയല്ല, വൺ ഡേ ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് അവിടെയൊക്കെ ഇറങ്ങി കുളിക്കാനും ബീച്ചിൽ ഇറങ്ങി ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു മടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം നമ്മൾ പോകുന്നത് പാതിരാപ്പള്ളി ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ചേർത്തലെത്തിയപ്പോഴത്തേക്കും ലഞ്ചിൻ്റെ സമയമായി. അപ്പം മധുചേട്ടൻ്റെ കട ചേർത്തല ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അടിപൊളി വിഭവങ്ങളൊക്കെയാണ്. മീനും കപ്പയും അങ്ങനെയുള്ള ഫിഷ് ഡിഷസാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങുവാണേ. ഞങ്ങളൊരു 6 ഫാമിലി ഉണ്ടായിരുന്നേ. ഫിഷാണ് കൂടുതലും ഉപയോഗിച്ചത്. പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ചോറാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ പ്രൗൺ കറിയൊക്കെ ഉണ്ടായിരുന്നു, പ്രൗൺ റോസ്റ്റ്. പിന്നെ അതുകൂടാതെ തലക്കറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള കറികളൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പാതിരാപ്പള്ളി ബീച്ചിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് അതെല്ലാം. അപ്പോൾ അതാ ചെറിയൊരു ഇടവഴിയിലൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ അതാ വഴിയിലൂടെ തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടൽ തീരമൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അതാ ഈ റിസോർട്ടിൽ നമ്മളൊരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് ആരും ആ സമയത്ത് ഇറങ്ങിയില്ല. അപ്പോൾ വെയിലൊക്കെ ആറട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ റിസോർട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 4 മണി ഒക്കെ ആയപ്പോഴത്തേനുമാണ് പതിയെ ഒന്ന് വെയിൽ ആറി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ആ വെയിലൊന്ന് ആറിയിട്ട് കടൽ തീരത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടൽ തീരത്ത് തന്നെയാണ് റിസോർട്ടുള്ളത്. നമുക്ക് അവിടെ കടലിലൊക്കെ നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങി കുളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ റിസോർട്ടിലേക്ക് വന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ നനയുമല്ലോ, ഡ്രസ്സ് മാറാൻ വേറെ സ്ഥലമില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് നമ്മൾ 6 ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ താമസിച്ച് കടലിലും കടൽ തീരം എല്ലാം ആസ്വദിച്ച് നമുക്ക് പിറ്റേ ദിവസം വീട്ടിൽ പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് പറ്റിയൊരു ട്രിപ്പായിരിക്കും ഇത്. കുട്ടികളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറെ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അത് തന്നെയല്ല, നമുക്കന്ന് വീട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അതൊക്കെ ഒരു ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇറങ്ങണമെന്നും ബീച്ചിൽ എൻജോയ് ചെയ്യണമെന്നൊക്കെ, പക്ഷേ നമുക്കതിന് സാധിക്കാറില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ബീച്ചാണിത്. ഇതിൻ്റെ അപ്പുറ സൈഡിൽ 2-3 ചേട്ടന്മാർ അങ്ങനെ മീനൊക്കെ കുറവാണെന്ന് പറഞ്ഞ് അവർ കടലിൽ പോയിട്ട് മീനൊക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വലയെന്ന് ഓരോന്നായിട്ട് അവർ പെറുക്കി എടുക്കുകയാണ്. നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരുപാട് മീനൊക്കെ കാണാറില്ല. ഇപ്പോൾ അവർ പോയിട്ട് അധികമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ കുട്ടികളൊക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി, പുറത്തൊക്കെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു. അതുപോലെ ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു പൂളുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങി കളിക്കാനും കുളിക്കാനും നീന്തലിനൊക്കെ പറ്റിയൊരു ചെറിയ പൂള് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ചെറിയൊരു
ഇടം അവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കൊച്ചുകുട്ടികൾ അവിടെ. പിന്നെ അപ്പുറ സൈഡിൽ കുറച്ചുകൂടി ആഴമുണ്ട്. അപ്പോൾ വലിയ കുട്ടികളാണ് ആ സൈഡിൽ കളിക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കാനും ഒക്കെ ഉള്ളൊരു ഇടമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് അവന്മാരൊക്കെ ചാടണുണ്ട്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ആഴമുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ വീട്ടിലിരുന്ന് കടൽ തീരം കാണുന്നത് പോലെ ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു ഇടമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതാ സൂര്യനൊക്കെ താണതല്ല, നമുക്ക് ഇറങ്ങാനൊക്കെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിക്കുകയാണ്. വലിയവർക്കായാലും ആർക്കായാലും നമുക്ക് ഇറങ്ങി കളിക്കാവുന്നേ. കൊച്ചുകുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ നല്ല തിരമാലയൊക്കെ നല്ലപോലെ അടിക്കുന്നുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ രാത്രി ഫുൾ എൻജോയ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടൽ തീരത്തൂടെ രാവിലെ ഒരു നടത്തം, അതൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ കടലൊക്കെ ശാന്തമായിട്ടുണ്ട്. രാത്രി നല്ല തിരമാല അടിക്കുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. പക്ഷേ റിസോർട്ടിൻ്റെ അങ്ങോട്ടൊന്നും വന്നില്ല കേട്ടോ. അവിടെ ഒരു പാറക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അടിപൊളിയായിരുന്നു കേട്ടോ രാവിലത്തെ ആ ഒരു കടലിൻ്റെ കാഴ്ചയും. അപ്പോൾ രാവിലെ ഇതുപോലെ ചേട്ടന്മാർ മീനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. കടലിൽ ഇപ്പോൾ മീനൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയ വീഡിയോ ആണ് കേട്ടോ, അപ്പോൾ പോയതല്ല. അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനാണ്. പോരുന്ന വഴിയിൽ ആർത്തങ്കൽ പള്ളിയിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ അടിപൊളിയായിട്ട് പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് കയറി ഇറങ്ങിയിട്ട് പോരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിതുവരെ ആ ഒരു പള്ളി കണ്ടിട്ടില്ല. ഒരുപാട് പ്രശസ്തി ആർജിച്ച പള്ളിയാണെന്ന് തോന്നുന്നു. ഇത് പഴയ പള്ളിയാണ്. പഴയ പള്ളി ഇതുവരെ നശിപ്പിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല. അതവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അൾത്താരയും ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. പഴയ രീതിയിലുള്ളതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു. അങ്ങനെ പുതിയ പള്ളിയിൽ ഇപ്പോൾ ധ്യാനം നടക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ആ പഴയ പള്ളിയാണത്. പഴയ പള്ളിയുടെ അകത്തേക്ക് കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ പോന്നു. അപ്പോൾ ആ പുതിയ പള്ളിയുടെ സൈഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളാണിത്. അപ്പോൾ ഫുള്ളായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ടാണല്ലോ ചെന്നത്. അപ്പോൾ വൈകിട്ടത്തെ ചായ, ഡിന്നർ, അതുപോലെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, അതെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പാതിരാപ്പള്ളി ബീച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് മാപ്പും എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കണേ. അങ്ങനെ ബീച്ച് ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.